അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫിൽ മില്ലാഹി സലാത്തൻ ദായിമത്തൻ ബിദവാമിൽ കില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും അതിനെല്ലാം സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നാം സമയത്തിൻ്റെ വില അറിയുകയും സമയം നോക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിനും നമ്മൾ കണ്ടെത്തണം. എന്നാലാണ് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്കതിനൊരു ഫലമുണ്ടാകുക. നമ്മളത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഉണ്ടാക്കണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും, പക്ഷെ സമയം കാണുന്നില്ല. സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്കതൊരു റാഹത്ത് ആർക്കും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിലൊരു ബസ് വരിക എന്ന് വെക്കുക. ബസ് ഇപ്പോൾ 10 മണിക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് 10 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 10 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞാൽ കൃത്യം 9:45 നമ്മളവിടെ പോയി ബസ്സിനെ കാത്തു നിൽക്കാൻ വേണ്ടി പോകും. എന്താ കാരണം? സമയമാണ്. 10 മണിക്ക് ബസ് വരും, അപ്പോൾ 5 മിനിറ്റ് മുമ്പ് പോകണം. അത് നിയമമാണ്. അപ്പോൾ ബസ്, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ബസ്സിൻ്റെ വിഷയം ഞാൻ ഒരു ഉദാഹരണം പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിനും ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദിക്ർ ചെല്ലണം എന്ന് മനസ്സിലാക്കിയാൽ, നമ്മളൊരു കാര്യം ദിക്ർ നമ്മളെപ്പോഴും 100 സ്വലാത്ത് ചെല്ലണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് കാര്യമാകുന്നില്ല. ചെല്ലാനൊരു സമയം കണ്ടെത്തണം. അപ്പോൾ നമുക്കത് വലിയൊരു തൂക്കമായോ ഭാരമായോ പ്രയാസമായോ ബുദ്ധിമുട്ടായി തോന്നൂല. അതിൻ്റെ കാരണം നമ്മൾ എന്തിനും സമയം നിശ്ചയിച്ച് വെക്കൽ നല്ലതാണ്. കാരണം അത് ഇന്നലെ ഒന്നല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സമയം എന്നുള്ളത് നിശ്ചയിക്കൽ വലിയൊരു കാര്യമാണ്. അതുണ്ടാകും. സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സമയത്തെ പറ്റി പറയുമ്പോൾ നമ്മളൊരു ദിക്ർ ഒരു മജ്‌ലിസിനടുത്താണ്, എപ്പോൾ സലാത്ത് അമ്മ അറിയില്ല, ഞാൻ അങ്ങനെ പോയി നോക്കാം. എന്തേ അമ്മ ഇപ്പോൾ സമയം നമുക്കറിയില്ലേ? അതിൻ്റെ കാരണം സമയം അറിയാത്തത് കൊണ്ടാണ്. നിശ്ചയിച്ച സമയം വെച്ചാൽ ആ സമയത്ത് എത്തും. ഞാൻ എല്ലാത്തിനും ഉദാഹരണത്തോടെ പറയാണ്. ഇതുപോലെ തന്നെയാണ് സമയത്തിൻ്റെ വില അറിയണം. സമയം നിശ്ചയിച്ചുകൊണ്ട് നാം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്താൻ കഴിയും. അത് ഏത് വിഷയത്തിലും, അത് മദ്രസ എടുക്കുന്ന വിഷയത്തിലായാലും ശരി, ദർസ് എടുക്കുന്ന വിഷയത്തിലായാലും ശരി, അതുപോലെ നിസ്കരിക്കുന്ന സമയത്തായാലും ശരി, ഏത് വിഷയം സമയത്തിൻ്റെ വില നമുക്ക് അറിഞ്ഞിരിക്കണം. സമയത്തിൻ്റെ വില അറിയാത്ത ഒരു പ്രവർത്തനം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. വേണമെങ്കിൽ ഒരു ഡയറി ഉണ്ടാക്കുക, ആ ഡയറി എല്ലാം കുറിച്ച് വെക്കുക. ഞാൻ ഇത്ര സമയത്ത് ഞാൻ ഇത്ര ദിക്ർ ചെല്ലുന്നുണ്ട്, അത് ഈ സമയത്ത് തന്നെ ചെല്ലുക. 100 സ്വലാത്ത് ചെല്ലുന്ന ഒരു ദിവസം. എന്നാൽ ഞാൻ എന്ത് ചെയ്യുക? രാവിലെ ഒരു 25 ചെല്ലുക, സമയം കണ്ടെത്താൻ 5 മിനിറ്റ്. പിന്നെ ഉച്ചക്ക് ഒരു സമയം കണ്ടെത്താൻ 25-50, അങ്ങനെ ഉച്ചന് ശേഷം 25, അങ്ങനെ നോറ്റ് രാത്രിയാകുമ്പോഴേക്ക് 100 ചെല്ലുമെന്ന സമയത്തിൻ്റെ വില അറിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഉറപ്പായി നമുക്ക് ഏത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനാണ് സമയത്തിൻ്റെ വില അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം. സമയമെന്ന് പറഞ്ഞത് അതിൻ്റെ വലിയൊരു വിഷയമാണ്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ സമയത്തിൻ്റെ വില അറിയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് എന്ന് നമുക്കിവിടെ കാണാൻ. عن ابن أبي أوفى قال رسول الله صلى الله عليه وسلم عباد الله الذين يراعون الشمس والقمر والنجوم والأضلة لذكر الله عز وجل. സൂറത്തുൽ കുബ്രയിൽ കാണുന്നുണ്ട്. എന്നാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഉത്തമമാർ ദിക്റിനായി അതിൻ്റെ അതാണ് യുറാഉന ശംസ വൽ ഖമറ വൻ നുജൂമ, അതായത് നിഴലുകളും നക്ഷത്രങ്ങളും ചന്ദ്രനെയും സൂര്യനെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമയമാണ്. ഇന്ന സമയത്ത് നാം ഇത് ചെയ്യും, ഇന്ന സമയത്ത് നാം ഇത് ചെയ്യും. അപ്പോൾ സമയത്തിൻ്റെ വിലയാണ്. നക്ഷത്രത്തിൻ്റെയും സൂര്യൻ്റെയും നിഴലിൻ്റെയും ആ കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ്? സമയമാണ്. സമയത്തിൻ്റെ വില അറിയുന്നതുകൊണ്ടാണ്. അത് വലിയ കാര്യമാണ്. പിന്നെ പറയുന്നു, അൻഇബ്നു ദർദായി ഖാല ഇൻ ശിഅ്തും ലഉഖ്സിമന്ന ലക്കും ഇന്ന ഹബ്ബൽ ഇബാദി ഇലല്ലാഹി അല്ലദീന യുഹിബ്ബൂന അല്ലാഹ വയുഹിബ്ബൂന അല്ലാഹ ഇലാ ഇബാദിഹി വല്ലദീന യറാഉന അശ്-ശംസ വൽ ഖമറ വൻ നുജൂമ വൽ അദില്ലത ലിദിക്രില്ലാഹ്. അവിടെയും പറയും സമയത്തിൻ്റെ വിലയാണ്. അപ്പോൾ സമയം എവിടെയും സമയത്തിൻ്റെ വില വളരെ പ്രാധാന്യമാണ്. നാം ചെല്ലുന്ന ദിക്ർ ഇത്ര സമയമാണ്, ആ സമയത്ത് തന്നെ ചെല്ലാൻ കഴിയും. ഏതൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന് വിലയുണ്ട്. ആ സമയം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം വളരെ പ്രോത്സാഹനമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മയെ സമയത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് എൻ്റെ അടിമകളിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് അതാ പറഞ്ഞത്, ഇന്ന ഹബ്ബൽ ഇബാദി, അടിമകളിച്ച് ഏറ്റവും
അള്ളാഹുവിന് ഇഷ്ടം വെക്കുന്ന അവിടെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? അവിടെ ലാസ്റ്റ് എന്ത് പറയുന്നു? അള്ളാഹുവോടുള്ള പ്രയം എത്തിക്കുകയും അള്ളാഹുവിലേക്കുള്ള ദിക്ർ ചൊല്ലുന്നതിനെയും അതുപോലെ നക്ഷത്രങ്ങളെയും ഇതിനെല്ലാം സൂക്ഷിക്കുന്ന പരിഗണിക്കുന്നവരാണ്. ഇതെല്ലാം സമയത്തിൻ്റെ വലയാണ്. അതുകൊണ്ട് ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ സമയം നിശ്ചയിച്ചുകൊണ്ട് വളരെ പ്രാധാന്യം അറിയിക്കണം. സമയം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യൽ പ്രോത്സാഹിപ്പിക്കൽ വലിയ കാര്യമാണ്. അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം മനസ്സിലാക്കിക്കൊണ്ട് നാം ദിക്റുകളും മറ്റുമൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് കാര്യം വളരെ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഒരു ദിവസം നമ്മൾ 100 ദിക്ർ ചെല്ലുന്നെങ്കിൽ അവിടെ തന്നെ കുത്തിരുന്നുകൊണ്ട് 100 ദിക്ർ ചെല്ലുമ്പോൾ പ്രയാസമാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടൊരു സമയം ഉണ്ടാകും. 5 മിനിറ്റ് ഈ സമയത്ത് ഞാൻ 10 ചൊല്ലുന്നു, പിന്നെ ഒരു 10 സമയത്ത് ഇങ്ങനെ ചൊല്ലുന്നു. അങ്ങനെ സമയം കണ്ടെത്തുക. സമയം കണ്ടെത്തുമ്പോൾ നമുക്കവിടെ പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല, ദുഃഖങ്ങളില്ല, ടെൻഷനുമില്ല. എല്ലാ ദിക്റുകൾ ചെല്ലാൻ കഴിയും, ഏത് പ്രവർത്തനം നടത്താൻ കഴിയും. അല്ലാഹു തആല ആ നിലക്ക് നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിനുള്ള സമയം കണ്ടെത്താനും നാം ഒരുക്കണം. കാരണം എല്ലാവരും പറയും സമയം ഇല്ല ഉസ്താദേ, അതൊരു വിഷയമാണ്. എന്ത് പറയും സമയമില്ല ഉസ്താദ്, സമയം 24 മണിക്കൂറുണ്ടായിട്ട് സമയമില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂര്യനെയും നക്ഷത്രത്തെയും ഇതൊക്കെ സൂക്ഷിക്കണം, പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സമയം പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം പ്രോത്സാഹനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് കാണുന്ന എല്ലാവരും സമയം ഇല്ല എന്നൊരിക്കലും പറയരുത്. സമയം എല്ലാവർക്കുമുണ്ട്. സമയത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് വിഷയം. അതിനൊക്കെ എന്ത് വേണം? നല്ല മനസ്സ് വേണം. അല്ലാഹു തആല നിലക്കാക്കി തരുമാറാവട്ടെ. എല്ലാവരും ദിക്ർ ചൊല്ലുന്ന സലാത്ത്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ധാരാളം സലാത്തുകൾ ചെല്ലണം. ധാരാളം സലാത്തും ദിക്റൊക്കെ ചൊല്ലി അള്ളാഹുലേക്ക് മടങ്ങണം. അള്ളാഹു ആ നിലക്കാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾ ദുആരിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ സമയത്തും നമുക്ക് അല്ലാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.